നമസ്കാരം. അവസാന ലാപ്പിൽ കുതിക്കാനുള്ള തന്ത്രങ്ങളുമായി കളം നിറയുകയാണ് കേരളത്തിലെ 3 മുന്നണികളും. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി എല്ലാവരും മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വ്യാജനും ഒറിജിനലുമായി പരമാവധി വോട്ടർമാരിലേക്ക് എത്താനുള്ള ഭഗീരഥ പ്രയത്നത്തിൽ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോകുന്നത്. വിവാദമായ പഴയ ചില വീഡിയോകളും വാർത്തകളും ഒക്കെ എതിരാളികൾക്കെതിരെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരാൻ സൈബർ രംഗത്ത് അണികൾ ഉൾപ്പെടെ സജീവവുമാണ്. സ്വന്തം സ്ഥാനാർത്ഥിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാനും എതിരാളിയുടെ ഇമേജ് തകർക്കാനുമുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണിത്. എന്തായാലും അവസാന ദിവസങ്ങളാകുമ്പോൾ PR രംഗത്ത് ഉൾപ്പെടെ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് എല്ലാ മുന്നണികളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടില്ലെന്ന് ഉറപ്പുള്ള വോട്ടുകൾ ചിതറിക്കാനുള്ള ആലോചനകളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഈ തരത്തിലുള്ള എല്ലാ നീക്കങ്ങളും ഏറ്റവും സജീവമായി നടക്കുന്നത് നമ്മുടെ തലസ്ഥാനത്ത് തന്നെയാണ്. നമുക്കറിയാം, തലസ്ഥാനത്ത് BJPയുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടുകൂടിയാണ് ആ പ്രചരണത്തിന്റെ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഗോതയുടെ നിറം തന്നെ മാറുന്നത്. നേരത്തെ ശശി തരൂരിന് അപ്രമാദിത്വം ഉണ്ടായിരുന്ന ആ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടുകൂടി എങ്ങനെയായിരിക്കും മത്സരം എന്നുള്ള വലിയ ആകാംക്ഷ രാജ്യത്തിന് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ രാജ്യശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചരണ രംഗത്ത് സജീവമായി തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഗൃഹസമ്പർക്ക പരിപാടികളിൽ ഉൾപ്പെടെ അദ്ദേഹം വളരെ സജീവമാണ്. അതിനോടൊപ്പം തന്നെ BJPയുടെ നിരീക്ഷണ സംഘങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില ചെറിയ യൂണിറ്റുകളൊക്കെ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്നെയുണ്ട്. സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ ഈ ചെറിയ യൂണിറ്റുകൾ ഉൾപ്പെടെ പലയിടങ്ങളിലേക്കും ഓടിയെത്തുന്നുമുണ്ട്. എന്തായാലും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ശശി തരൂരിന് മേൽക്കോയ്മ നഷ്ടമായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമുക്കറിയാം, കുറച്ച് വൈകിയാണ് NDA അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പക്ഷെ വൈകിയാണ് വന്നത് എങ്കിൽ പോലും തീരദേശ മേഖലയിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ കരുനീക്കം നടത്താൻ രാജീവ് ചന്ദ്രശേഖറിന് ഈ കാലയളവിനുള്ളിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. മറുവശത്ത് CPI ആവട്ടെ, അവിടെ പന്ന്യൻ രവീന്ദ്രൻ ബലിയാടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മത്സരം നടക്കാൻ പോകുന്നത് കോൺഗ്രസും BJPയും തമ്മിൽ തന്നെയാണ്. ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മാന്ദ്യത മാറിയിരിക്കുന്നു. ഈ പ്രചരണ രംഗത്തുൾപ്പെടെ ഇപ്പോൾ വളരെ സജീവമായി തന്നെ സ്ഥാനാർത്ഥി ഓരോ ഇടങ്ങളിലേക്കും ഓടിയെത്തുന്നുണ്ട്. എന്തായാലും മേൽത്തട്ടിലും താഴെത്തട്ടിലും ഒക്കെ ശക്തമായ പ്രചരണ പരിപാടികളുമായി സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ, അതായത് യുവാക്കളെ ആകർഷിക്കാനും അതിനോടൊപ്പം തന്നെ പ്രായമുള്ള ആളുകളെ ആകർഷിക്കാനും വിധത്തിൽ എല്ലാ പ്രചരണ പരിപാടികളുമായി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേൽത്തട്ടിലും താഴെത്തട്ടിലും ഒക്കെ ശക്തമായ പ്രചരണമാണ് NDA കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പുത്തൻ പ്രചരണ രീതികളിലൂടെ അതിവേഗം തന്നെ വോട്ടർമാരുടെ മനസ്സുകളിൽ ഇടം പിടിക്കാനും ഈ കാലയളവിനുള്ളിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചിട്ടുണ്ട്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് പ്രചരണം കൊഴുക്കുകയാണ്. അതിൽ ഇപ്പോൾ പ്രചരണ രംഗത്തുൾപ്പെടെ മേൽക്കോയ്മയുള്ളത് രാജീവ് ചന്ദ്രശേഖറിന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.